സ്ട്രീറ്റ് ലൈറ്റുകൾ എങ്ങനെയാണ് സസ്യങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്കിനെ നിയന്ത്രിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, സ്ട്രീറ്റ് ലൈറ്റിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റുമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുന്ന മരങ്ങളുടെ ഇലകൾ കൃത്യസമയങ്ങളിൽ എങ്ങനെ പൊഴിഞ്ഞൊന്നും പോവാറില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്, സസ്യങ്ങൾ എങ്ങനെയാണ് കൃത്യമായ കാലയളവിൽ കൃത്യമായ സമയങ്ങളിൽ പൂക്കുകയും കായ്ക്കുകയും ഇല പൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ നിയന്ത്രിക്കുന്ന എങ്ങനെയാണ്? സസ്യങ്ങളിൽ തന്നെയുള്ള അല്ലെങ്കിൽ സസ്യങ്ങളുടെ ഇലകളിൽ തന്നെയുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്, ഫൈറ്റോക്രോ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ആണ് ഈ സസ്യങ്ങളുടെ എങ്ങനെയാണ് ഇല പൊഴിക്കുകയും അല്ലെങ്കിൽ പൂക്കുകയും കായ്ക്കുകയും ഇല പൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത്. അപ്പം ഓരോ കാലയളവിലും എന്താണ് ഇലകളിലേക്ക് അല്ലെങ്കിൽ സസ്യങ്ങളിലേക്ക് വന്ന് വീഴുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിനനുസരിച്ചിട്ടാണ് ഈ പ്രോട്ടീൻ അവിടുത്തെ ആ ഇല പൊഴിക്കുകയും അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രതിഭാസം നമ്മൾ ഫോട്ടോ പീരിയോഡിസം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, ഈ സ്ട്രീറ്റ് ലൈറ്റിനോട് കോൺടാക്ട് ചെയ്തിരിക്കുന്ന ഇലകളിൽ എന്താണ് സംഭവിക്കുന്നത്? കൂടുതൽ ലൈറ്റ് വരും, അതായത് ലൈറ്റ് പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ലൈറ്റ് പൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ പ്രോട്ടീൻ എന്താണ് അവിടെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ബയോളജിക്കൽ ക്ലോക്കിനെ, ആ സസ്യത്തിന്റെ ബയോളജിക്കൽ ക്ലോക്കിനെ അവിടെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, അത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും അത് ഇല പൊഴിക്കുന്നത്. ഒരേ അളവിൽ അല്ലെങ്കിൽ ഒരേ സമയത്ത് എന്താണ് ഈ ഒരേ മരങ്ങളാണെങ്കിൽ പോലും എങ്ങനെയാണ് അത് ഈ സ്ട്രീറ്റ് ലൈറ്റിനോട് ചേർന്ന് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഇല പൊഴിക്കണം നിർബന്ധമില്ല. അതിന് കാരണം എന്താണ്? ഈ ഫൈറ്റോക്രോ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോട്ടീൻ എന്താണ് അതിലേക്ക് വന്ന് വീഴുന്ന ലൈറ്റിന്റെ അളവിനനുസരിച്ചിട്ടാണ് അവിടെ ഈ ഒരു പ്രതിഭാസം നടത്തുന്നത്, ഫോട്ടോ പീരിയോഡിസം എന്നുള്ളൊരു പ്രതിഭാസം നടത്തുന്നത്. അപ്പം ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആണെങ്കിൽ പോലും, സൺലൈറ്റ് അല്ല, ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആണെങ്കിൽ പോലും എന്താണ് സസ്യങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്കിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. നിങ്ങളിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരേപോലെയുള്ള മരങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ പൂക്കുകയും കായ്ക്കുകയും ഇല പൊഴിക്കുകയും ചെയ്യുന്നുള്ളൂ. അതിന്റെ കാരണം എന്നാണ് അതിലേക്ക് വന്നു ചേരുന്ന സൺലൈറ്റിന്റെ സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റിന്റെ അവിടെ കൺട്രോളിനനുസരിച്ചിട്ടാണ്. ആ ലൈറ്റ് കൂടുതലോ കുറവോ വീഴുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് ആ ഫൈറ്റോക്രോ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോട്ടീൻ അവിടെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് ഫോട്ടോ പീരിയോഡിസം. മനസ്സിലാക്കിയിരിക്കുക. താങ്ക് യു.